രണ്ടാളും അല്ല, ഞങ്ങൾ അതായത് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ മോനെ ശരി. Guys. അല്ല മൊത്തം തീർന്ന പുറത്തൊക്കെ കഴിക്കാം, അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മളിനി ചെടിയുടെ അവസ്ഥ ഉണ്ടല്ലേ, നമുക്കിനി പുറത്തൊക്കെ ഉണ്ട് കഴുകാൻ. ഉള്ളിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടല്ല. ഇന്ന് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ 4ാമത്തെ ദിവസം ഉണ്ടാകും. 4ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തില്ല. മറ്റ് 2 വ്ളോഗ് ഇപ്പോൾ നിലവിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ പോയി നോക്കിയാൽ കാണാട്ടോ. ഇന്നിപ്പോൾ നിർമ്മലുണ്ട്, ഞാനും നിർമ്മലും കൂടെ. മച്ചാ ഞങ്ങൾ രണ്ടാളും അല്ല, ഞങ്ങൾ അതായത് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി. വീടിൻ്റെ അതായത് മുറ്റത്ത് വെള്ളമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അച്ഛൻ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് പഴവും സാധനങ്ങളും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വീടുകളുടെയൊക്കെ ഇപ്പുറത്തെ സൈഡിലൂടെ, നമ്മളെ റോഡിലൊക്കെ വെള്ളമാണ്, ഇപ്പുറത്തെ സൈഡിലൂടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചാടി കിടന്നുകൊണ്ടൊക്കെ ഉണ്ട് പോണേ. ഞാൻ വഴിയൊക്കെ കാണിച്ചു തരാം, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ചില വീടുകളിൽ അതേപോലെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വന്നാണ്ട് അവിടുന്ന് ഇവിടുന്ന്. പിന്നെ ഈ കുറേ ആൾക്കാരുണ്ടാവും നാട്ടുകാരനൊക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ. ഞാനിങ്ങനെ നാട്ടുകാരെ കൊണ്ട് പണിയെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, കൂട്ടുകാരുണ്ടല്ലോ ഇങ്ങനെയൊരു ഉപകാരം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സെക്യൂറും വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ അനിയൻ വന്നിട്ടില്ല. അനിയൻ അവിടെ തറവാട്ടിൽ വീണ് മെമ്പർ വീണ് വീടില്ല, ആരോ വീണ്. മെമ്പറല്ല, വേറെ ആരോ ആണ് ഇനി അത്. അപ്പോൾ ആരും വീണിട്ടില്ല. എന്താ ഞങ്ങളിത് വെള്ളത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇത് ഒരാളവിടെ കഴുകിക്കൊണ്ടിരിക്കണം, ഒരച്ച് കഴുകണം. ശരിക്കവിടെ ഒരച്ചൂടെ. ഞാൻ നിർമ്മലിനെ കാണിച്ചു തരാട്ടാ. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു മുട്ടിന് താഴെ വെള്ളം വരുന്നുള്ളൂ കേട്ടാ. മീൻ പക്ഷേ പേടിണ്ടാ, നീന്താരനോട് പ്രശ്നമില്ല അല്ലേ? പണ്ട് ഇതില് ഇവിടെ ഇരുന്നിട്ടാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിർമ്മലിന്റെ ഫോൺ പോയിരുന്നത്. അത് ഫോൺ വെള്ളത്തിൽ മുങ്ങി. അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫോണിന്. ഡിസ്പ്ലേ ഒന്ന് ചെറുതായിട്ട് മാറ്റിയില്ലേ, ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടായിരുന്നു കേസ്. ഫോൺ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഫോൺ ഞാൻ എൻ്റെ ബാഗിൽ എടുത്തിട്ടാ. ഇവിടെയൊക്കെ ആളുകൾ വന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് കേട്ടോ. ചില വീട്ടിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ല വെള്ളം, പലയിടത്തും പല ഹൈറ്റും പരിപാടി ആയതുകൊണ്ട്. അവിടെ നമ്മുടെ കേസിലൊക്കെ കഴുകിക്കൊണ്ടിരിക്കാണ്. ഈ വെള്ളം ഇറങ്ങണേൻ്റെ ഒപ്പം തന്നെ കഴിക്കില്ലെങ്കിൽ അല്ല, ഇത് കൂട്ടുകാരനാ. ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുറിച്ച് കിടക്കണം. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കുഴിയാട്ടാ. ഇവിടെ അധികം വെള്ളമൊന്നുമില്ല, ഒരു അരക്ക് വെള്ളമൊക്കെ ഉണ്ടാവും ഇവിടെ ഇറങ്ങിയാൽ. മച്ച ഇവിടെ നേരെ അങ്ങോട്ട് കാലെടുത്തേക്കണം കേട്ടാ. അങ്ങോട്ട് കവർ ഇട്. അല്ല ഞാൻ പിടിച്ചു തരാം. ജസ്റ്റ് കാണാം. ജസ്റ്റ് ഇങ്ങോട്ട് ഇതിൽ വെച്ചോ, പുറത്ത് കൂടെ തന്നെ വെച്ചോ. വീഴണ്ട, വീണ എക്സ്ക്ലൂസീവ് ആവും. ഇല്ല കാണാം. പിന്നെ അങ്ങോട്ട് ഒരേപോലെ. സെറ്റ് ഗൈസ്, ഏകദേശം 2 സ്റ്റെപ്പ് ഇറങ്ങിട്ടാ 3ാമത്തെ സ്റ്റെപ്പിലല്ലേ. അതായത് ഒരു സ്റ്റെപ്പ് മേലെ വെള്ളമുള്ളൂ. ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, കഴിഞ്ഞ് വലിയ കാര്യത്തിൽ ഇതുവരെ നനക്കാതെ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ നനഞ്ഞില്ല, ഞാൻ നനഞ്ഞില്ല. നമുക്കറിയാവില്ല ഇനി നനയാൻ കിടക്കുന്നില്ല. എങ്ങനെയുണ്ട് ഗൈസ്? ചെടികളാക്കിയ ഇതാണ് ഇപ്പൊ വരുമ്പോ ഉള്ള അവസ്ഥ. കയറിയോ? ഇതാന്റെ കൂടെ
എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അച്ഛൻ ഓൾറെഡി കഴുകി കുറച്ചായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്കി നോക്കിയാൽ മതി. എന്താ വെള്ളം പിന്നെ അത് ഇൻവെർട്ടർ ഇടയ്ക്ക് കട്ടിൽ കെട്ടി തൂക്കിയോ. ഓ സീന്. ശരി 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 ശരി. ഇതാണ് നമ്മുടെ ബാത്റൂമൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി അത് കഴുകേണ്ട ആവശ്യമില്ല, അത് ഇല്ലല്ലേ. ഇതണ്ട വെറുതെ ചവിട്ടീൻ്റെ അടയാളം. ഒരറ്റത്തും തുടങ്ങാം. അങ്ങനെ ഒരു കോട്ടിങ് കഴിഞ്ഞിട്ടാ. ഒരു കോട്ടിങ് അല്ല, ഒരു 2 കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ തുടക്കത്തില്. അപ്പൊ ഇനി കുറച്ച് ചായ അടിച്ചിട്ട് ഇതാക്കാന്ന്. ഇതിന് ഭയങ്കര വിശപ്പ്. അപ്പൊ അതുകൊണ്ട് എന്തേലൊക്കെ കഴിച്ചിട്ട് പീനട്ട് ബട്ടർ നല്ല കിടിലെന്തോ സാധനം ഉണ്ട്. അതതിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിലേ ആണോ? ഹാൻഡ് വാഷ് ഉണ്ടാവും. മറ്റേ ഗുളിക ഉണ്ട് കേട്ടോ, എന്തോ വിറ്റാമിൻ്റെ ഗുളിക എന്തോ ആണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. 2 ഞാൻ ഒന്ന് അടിച്ച് കയറ്റി. പിന്നെ ഇന്നിപ്പോൾ കഴിക്കാൻ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ബന്നുണ്ട്. ബന്ന് ചെത്തിയിട്ട് പീനട്ട് ബട്ടർ കയറ്റിയിട്ട് അഴലി കേട്ടോ. പിന്നെ അതുപോലെ എന്തോ ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ലേ, പൊറോട്ട, പഴമുണ്ട്, തൂക്കലിന്ന് വാറ്. അപ്പോൾ ആദ്യം നമുക്ക് ചായ ഒന്ന് ചൂടാക്കാം. ചായ അച്ഛ ഈ കോളാണ് ഏറ്റവും വലിയ ഇടങ്ങേറ് ഇവിടെ. എത്ര കോള് വരുന്നത്. അതാണ് ഈ സമയം ഹെൽപ്പ് ചെയ്യാൻ. കേരളം എങ്ങനെയാണ് അപകടത്തിൽ പെട്ടു നിൽക്കുമ്പോൾ ആൾക്കാരുണ്ടാവും വയസ്സ് കൂട്ടുകാർ, ചങ്ക് പറിച്ചിരുന്ന കൂട്ടുകാർ, വേണ്ടിയോട്. ആരാണ് ഇന്നത്തെ ഭാഗ്യം നോക്കാം. അയ്യോ ബജാജ് ഫിനാൻസ് അടവടയ്ക്കാൻ അല്ല കൈ സുധിയാണ് നോക്കട്ടെ. സുധിയെ ഇത് ചായ ആയില്ല കേട്ടോ, റെഡി ആയി. കട്ടൻ ചായ കണ്ട നിർമ്മല, കട്ടൻ ചായയാണ്, കുഴപ്പമില്ലല്ലോ. കഴിക്കേ ഇതൊക്കെ തിന്നോ, പഴമൊക്കെ കഴിച്ചേ. അല്ലിവിടെ പഴം തോല് വെക്കണ്ട. ഫോണ് വിറ്റാലോ കഴിക്കാം. ഇതിങ്ങനെ കൂടെ വന്നിട്ട് ഇവരൊക്കെ എന്താ ചോദിക്കുന്നേ? ഓക്കെ അല്ലേ ചോദിക്കുന്നു. അല്ലാതെ ഒരുത്തം വിളിച്ചാൽ ഒരു 1000 കടം തരാണ്ട്. അല്ല ഇതന്നെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അല്ല ഓക്കെ ആണെന്ന് പറയുമ്പോ ഒരു 500 ഉണ്ടാവുള്ളൂ. 500 ഞാൻ അപ്പൊ അവനോട് പറയുന്നതാണ്, ഏതായാലും മറ്റോനെ വിളിക്ക്, ഓൻ്റെ അടുത്ത് 1000 ചോദിച്ചു, ഒരു 500 വേണം. നിർമ്മല എന്തായാലും പണി എടുത്തുകൂടെ നിർമ്മല, എന്നെ കൊണ്ടുവന്നിട്ട് ഒരു പണി. ശരിക്കും ആ ഭാഗം ഒന്നുകൂടെ ചളിയുണ്ട്, ആ മൂലയില്. നിർമ്മല തിരിഞ്ഞ് കളിക്കല്ല, നിർമ്മല പണി എടുക്കുന്നുണ്ട്. കുറേയൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ്. 3 കോട്ടിങ് അല്ല 3 പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഒരു ക്ലീനിങ് കൂടെ ഉണ്ട്. അടുക്കളയിൽ 2 പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അടുക്കളയുടെ ഭാഗം ഒന്നുകൂടെ ക്ലീൻ ആവാനുണ്ട്. ഇവിടെ സോപ്പ് പൊടി ഇട്ടിട്ട് കഴുകിയിട്ടില്ല. ഇവിടെ കറണ്ടും ഇല്ല. പിന്നെ കുറേ മുക്കും മൂലയും അതും ഇതും ഈ ഷെൽഫും പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട്
ഇത് ഭയങ്കര ലാഗാണ്. അല്ല ഞാൻ പണിയെടുക്കാത്തല്ല ഗൈസ്. പുല്ല് ഇവരൊക്കെ വിചാരം ഞാൻ വെറുതെ അങ്ങനെ നിൽക്കാറുണ്ട്. ഞാനിത് ഇത് പതപ്പിച്ചുണ്ടാക്കാറുള്ള ചെറിയ കാര്യം എന്ന് വെച്ചിരിക്കുന്നു. ഇവനുണ്ടല്ലോ ഇവൻ ആ എന്നൊക്കെ വെറുതെ അങ്ങോട്ട് വെള്ളം ഊക്കുന്നല്ലാതെ ഈ ഊക്കന്നെ പണി അല്ലേ. തലടിച്ച് വീഴും ഗൈസ്. അപ്പോൾ ഗൈസ് ബാക്കി പ്രോസസ്സിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് വരാട്ടാ. കഴിഞ്ഞത് അത് ഞാൻ ഇറങ്ങിയിട്ട് കൂടില്ല പിന്നെ കാണല്. അല്ല മൊത്തം തീർന്ന പുറത്തൊക്കെ കഴിക്കാക്ക, പുറത്തൊക്കെ കഴിക്കാം. അവിടുത്തെ കഴിഞ്ഞിട്ട് കൈസ് നമ്മളിനി ചെടിയുടെ അവസ്ഥ ഉണ്ടല്ലേ. നമുക്കിനി പുറത്തൊക്കെ ഉണ്ട് കഴുകാൻ. ഉള്ളിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടല്ല, ഫുൾ ക്ലീൻ വൃത്തിയായി. ഞാൻ കാണിച്ചു തരാം. വന്നപ്പോഴുള്ള ഇതും വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു കളറും ഇപ്പോഴത്തെ ഒരു കളറും കാണിച്ചു നോക്കൂ കൈസ്. എന്താ പറയുക, ഇവിടെ കുറേ ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്. 5 മണിയായിട്ടുള്ളൂ, പക്ഷെ നല്ല മൂടിയായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ മഴ ചെയ്തിട്ട് ഇനിയും തുടങ്ങാവില്ലല്ലോ, ഇനി ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ചെടികളെ കൂട്ടം കാണിച്ചു ഗൈസ്. എങ്ങനെ ഇരുന്ന ചെടികളാ. ഒരു ദാരിദ്ര്യം ഫീലില്ല ഗൈസ്. ഇതിൻ്റെ കളറാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം. ഓക്കെ, ഇനി എന്തായാലും പുറത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പറ്റുന്നിടത്തോളം ഒന്ന് കഴുകും, ബാക്കി പിന്നെ കഴുകാം. ഓക്കെ 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 ഓക്കെ. ഇതൊക്കെ ഒരട്ട കഴുകിയാണല്ലോ പിന്നെയും കഴുകണേ. കഴുകി പിന്നെയും കഴുകിയിട്ട് അധ്വാനിക്കുന്നു. ചെടി കഴുകി കഴുകി ഭ്രാന്തായി വന്നിട്ടുണ്ട്. സാധാരണ ഏരിയയിലല്ലേ ജസ്റ്റ് ഫിനിഷിംഗ് ഹോം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. ആ അവാർഡ് നമുക്കാണ് കിട്ടേണ്ടത്. ഫസ്റ്റ് എന്താ ബെസ്റ്റ് ക്ലീനർ ഉണ്ട്. സമ്മാനം എന്താണ്? ബ്ലീച്ചിങ് പൗഡർ. കിണറിൽ ഒഴിക്കാനുള്ള ബ്ലീച്ചിങ് പൗഡർ മിക്കവാറും കരസ്ഥമാക്കും. എല്ലാരെക്കാളും മുന്നേ പണി തുടങ്ങി, എല്ലാരും കഴിഞ്ഞിട്ട് തീർന്ന്. അങ്ങനെയാണല്ലോ അതിനരുത്. നിങ്ങള് മാർക്കിടി ഇവന്റെ ഫിനിഷിങ് എത്ര ഉണ്ട്. നല്ല മഴയാണ് അല്ലേ. ആ മഴ മുതലെടുത്ത് ചെടിയെ നനയ്ക്കാൻ വിട്ടു. ചെടി ഫുള്ള് മണ്ണായിരുന്നു, നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. യഥാർത്ഥ അധ്വാനി, യഥാർത്ഥ അധ്വാനി അല്ല അവിടെ. ഇവിടത്തെ തേങ്ങ പോലും മിനുങ്ങണം. ആ എന്ത് അല്ല അതിനിട്ട് ഇതാക്കി സോപ്പിട്ടേ വെള്ളം വരുന്നില്ല. ആൾക്കാർ തോണിയിട്ട് ഇറങ്ങും. ആൾക്കാർ തോണിയിട്ട് ഇറങ്ങും. ഞാൻ പറഞ്ഞു തോണിയിട്ട് ഇറങ്ങിയിട്ട് തേങ്ങ കെട്ട് പോകും. അങ്ങനെ ഒഴുകിടക്കണ തേങ്ങ കട്ടതാന്നല്ലേ. അങ്ങനെ ഞങ്ങളെ തേങ്ങ എത്ര കട്ടുണ്ടായി. ശരിക്കും നടന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ഇത്ര ശരവഞ്ചരത്തിലെ ജയന്റെ മാതിരി. അത് അടിയിലേ വെച്ച ആ വീഡിയോ നോക്കിയാ ഇല്ല. ഇവിടെ ഞാൻ തുടങ്ങുമ്പോ ഇവിടെ തന്നെയാണ്. ഇവിടെ വരച്ചതാക്കള് ഇതെല്ലാം പണിയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഷെയർ ദ എക്സ്പീരിയൻസ്. തലേ കൂടെ
ഇല്ല അവന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ഫോണിന്റെ കയ്യിലാ. ഞാൻ പലതും പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പെയിന്റ് പോയി ചെയ്തിട്ട് ഉറച്ചിട്ടുള്ളത്. പെയിന്റ് ഒന്ന് വേറെ അടിക്കും. പഞ്ചായത്തിക്ക് എഴുതി കൊടുത്താലോ പെയിന്റ്. അതും കൂടി ഇനി തരാനുള്ള പഞ്ചായത്ത്. എങ്ങനെയെങ്കിലും ഒരു പെയിന്റിന് പൈസ പോയി. കളികളിലൊക്കെ ഞാൻ നോക്കിയത് പെയിന്റിന് പൈസ തരണം. വേറെ കല്യാണൊക്കെ ഉണ്ട്. പ്ലീസ് മനസ്സിലാക്കും. ഇത് ബാത്റൂമൊക്കെ പൊളിഞ്ഞേ അറ്റാക്ക് പോടും. മുഖ്യമന്ത്രിന്റെ അടുത്ത് എത്തണം. ചേർന്നാരി ക്ലോസറ്റ് ഒന്ന് കാണാൻ തന്നെ ഇല്ല ഗൈസ്. എവിടെ അതൊരു നല്ല കണ്ടന്റ്. പിന്നെ ശങ്കരം ബ്ലോഗ് ക്ലിക്ക് ആയാലും ഇങ്ങനെ ക്ലിക്ക് ആവില്ല. കറക്റ്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തും. അങ്ങോട്ട് വിളിച്ചേ പുറത്ത് ഉള്ളിലേക്ക് വിളിക്കാറ്. എന്നിട്ട് കടക്ക് പുറത്താണ്. എന്നാലേ പറയാൻ ഒരു ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിക്ക് വിളിക്കാറ് മുഖത്ത് നോക്കി എനിക്ക് പറയണം. മുടി ലെവലാണോ നിർമ്മലേ? ഇനി എന്താവാനത്? മാറിക്കോ. അണലിന്റെ കുട്ടിയെ കാണിച്ചു എടുക്കാൻ പോണേ. ഉണ്ടെങ്കിൽ ഏതെങ്കിലും വഴിക്ക് ഫോട്ടോ വെച്ചിട്ടാന്നല്ലേ? ഇല്ല അതിലില്ല. ഇട്ടുണ്ടോ? പിടിക്കണ മൊത്തം അമ്മക്ക് ഭാരം കുറയ്ക്കാൻ നടു ഇല്ല എനിക്ക്. അങ്ങനെ ഏറെക്കുറെ ഇന്നത്തെ ക്ലീനിങ് നമ്മൾ അവസാനിപ്പിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 95% ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഉള്ളിലും കഴിഞ്ഞ് പുറത്തൊക്കെ കഴിഞ്ഞിട്ടാണ്. പുറത്തൊക്കെ കഴിഞ്ഞു ഗൈസ്. പുറമൊക്കെ ആകെ പണിയായിരുന്നു. അതായത് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഇനി ഇപ്പം നിലവിലിതേ ഇവിടെ കുറച്ചുകൂടെ വെള്ളമുണ്ട്. അതെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ക്ലിയർ ആയില്ലേ? സെറ്റായില്ലേ? ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. പുറത്തൊക്കെ സെറ്റല്ല. ഇനി ചെടിയും പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേട്ടാ. കാരണം ഇനി മഴയും പരിപാടിയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് മഴ കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ വെച്ചാൽ. എന്നാലും അതിൻ്റെ ചട്ടിയും പരിപാടിയൊക്കെ ആശാനൊരു രക്ഷയില്ലാത്തായിരുന്നു കേട്ടോ. ബെസ്റ്റ് പെർഫോം ഓഫ് ദ ക്ലീനിങ് പ്രോസസ്. അതിൽ ബെസ്റ്റ് ക്ലീനറാണ് നിർമ്മൽ. അതുകൊണ്ട് ആൾക്കൊരു കട്ടൻ ചായ എന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ് ഇത് എന്താ പറയുക, ചെടി ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇനി മഴയൊക്കെ കൊണ്ടൊന്നുകൂടെ. എന്നാലും അതിൻ്റെ ചട്ടിയും പരിപാടിയൊക്കെ വേറെ കഴുകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല ഒരു 90% എന്നാലും കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇതുപോലെ ഈ തിണ്ട് പരിപാടി അവിടുത്തെ ചെടിച്ചട്ടി കാര്യങ്ങൾ അതൊക്കെ ഒന്നുകൂടെ ഇനി ഇപ്പം കഴുകുകയാണ് നല്ലത്. പക്ഷേ ഇപ്പം സമയമില്ല. ഒന്നാമതൊരു 6 മണിയൊക്കെ ആയി. രാവിലെ വന്നതല്ലേ. അച്ഛനാണെങ്കിൽ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എത്തിക്കണം. അച്ഛൻ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം തുടങ്ങി വേണം. എന്നാലും മൊത്തത്തിൽ നൈസായിരുന്നു. നിർമ്മൽ വന്നത് ഭയങ്കര ഉപകാരമായി. താങ്ക്സ് എടാ തെണ്ടി. അപ്പോൾ താങ്ക്സ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം ഗൈസ്. ആദ്യം തന്നെ സിറ്റ് ഔട്ട് ആദ്യം തന്നെ അച്ഛൻ രാവിലെ വന്നപ്പോൾ തന്നെ സെറ്റായിരുന്നു. പിന്നെ അതിന് ശേഷം ഒന്നുകൂടെ അച്ഛനും നിർമ്മലും കൂടെ ക്ലീൻ ആക്കിയതുണ്ട്. ഓ വാറ് വന്നപ്പോൾ എന്തായിരുന്നു പോലെ ഗൈസ്. ഡൈനിങ് ഹാള് സെറ്റായില്ലേ? മൊത്തം ഹോള് വാറ് തൂക്കല്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഇപ്പോൾ വെളിച്ചമില്ല കേട്ടോ. കറണ്ടില്ല. ഒന്നാമത് കറണ്ട് മൊത്തത്തിൽ ഓഫ് ചെയ്തിരിക്കും. ഇത് മൊത്തം ക്ലീനാണ്. കറണ്ട് മൊത്തത്തിൽ ഓഫ് ചെയ്തിരിക്കും. ഇത് ഇൻവേർട്ടറിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. ഇവിടെയും ക്ലീനായി നീറ്റ്. പിന്നെ അടുത്തത് റൂം. എങ്ങനെയുണ്ട് ഗൈസ്? മൊത്തത്തിൽ സെറ്റല്ലേ? ആയി കഴിഞ്ഞ നിങ്ങളത് കഴിഞ്ഞ ക്ലീനിങ് കഴിഞ്ഞാ? ഇപ്പൊ സെറ്റല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടികൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞില്ല മൊത്തത്തിൽ ബോഡിയൊക്കെ വീക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത പരിപാടി അടുത്ത ദിവസം കാണാം. ബൈ.